രാവിലത്തെ ലിയോൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹസ്ബൻഡിന് ഇപ്പം ഡയറ്റുണ്ട്. അപ്പം അതിനുള്ള പരിപാടിയിലായിരുന്നു. രാവിലെ അപ്പം അവൻ ഫ്രൂട്ട്സും മുട്ടയും അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കാറ്. അപ്പം അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് ആദ്യം തന്നെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച് എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ലീവായതുകൊണ്ട് സമയം പോകുന്ന വഴി അറിയില്ല. അപ്പം ഞാനൊരു ഏകദേശം ഐഡിയ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പം എന്നിട്ട് രാവിലത്തെ അത്യാവശ്യ പണികളൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ പഠിക്കാനിരുന്നു. എല്ലാ പണിയും കഴിഞ്ഞിട്ട് പഠിക്കാനിരിക്കുകയെന്ന് പറയുമ്പം സമയം കുറേ പോവും. മാത്രമല്ല ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ക്ഷീണമാവും. അപ്പോൾ പിന്നെ ഞാനെന്തായാലും ആദ്യമൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു, എല്ലാ പണിയും തീർത്തിട്ട് പഠിക്കാമെന്ന് തന്നെയായിരുന്നു വിചാരിക്കാറ്. പക്ഷേ ഇപ്പം കുറച്ചായിട്ട് ഒരു 9:30 ആകുമ്പോഴേക്കും പഠിക്കാൻ വേണ്ടിയിരിക്കും. പിന്നെ ഒരു ഫസ്റ്റത്തെ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞാനിന്നിപ്പോൾ ഒരു 11:30 വരെയൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞേരെയാണ് ബാക്കിയുള്ള പരിപാടിക്കൊക്കെ പോയത്. അപ്പോൾ ഞാൻ അത് എഴുതി വെച്ചതാണ്, എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, എന്തൊക്കെ ബാക്കിയുണ്ട്, പിന്നെ എന്തൊക്കെയാണ് ഇന്ന് പഠിക്കാനുള്ളത് എന്നൊക്കെ എഴുതി വെച്ച്. ഇതിപ്പോൾ സ്റ്റീലാണ് നോക്കുന്നത്. സ്റ്റീലിൽ ആദ്യം പഠിച്ചു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഇത് ക്ലാസ്സിൽ നിന്ന് മിസ്സ് പറഞ്ഞൊരു മെത്തേഡാണ്. ആദ്യത്തെ 2 പേജ് ഒഴിച്ചിട്ടിട്ട് അവിടെ നമ്മൾ ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കുക. നല്ലൊരു മെത്തേഡാണ് കേട്ടോ. വേറെ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കുന്നതിനേക്കാളും നല്ലതാണ്. തുടക്കത്തിൽ തന്നെ എന്താ പറയുക, മൊത്തം ക്ലാസ്സിൻ്റെ ഒരു സമ്മറി ഫസ്റ്റത്തെ 2 പേജ് തന്നെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ റിവൈസ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. കുറച്ച് ദിവസമായി ഇത് നോക്കിയിട്ട്, സ്റ്റീൽ നോക്കിയിട്ട് കുറച്ച് ദിവസമായി. അപ്പം പഠിച്ച കാര്യങ്ങളൊക്കെ ഏകദേശം മറന്നു പോയിട്ടുണ്ട്. ഇപ്പം രണ്ടാമതും ഇപ്പം അതൊക്കെ പിന്നെയും ഇരുന്ന് പഠിക്കുകയാണ്. ഓരോ പ്രാവശ്യം ഒരു പുതിയ സബ്ജക്റ്റ് തുടങ്ങുന്ന സമയത്തും, പുതിയ സബ്ജക്റ്റ് എന്ന് പറയുമ്പം ആദ്യം പഠിച്ചു വെച്ച പുതിയൊരു ബുക്ക് എടുക്കുന്ന സമയത്തും റിവിഷൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാനിങ്ങനെ മനസ്സിലാക്കി വരികയാണ്. കാരണം ഇതൊക്കെ ഞാൻ പഠിച്ചതാണ്. മീൻസ് ഓരോ സബ്ജക്റ്റും അതെ, ഒരുവിധമൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ പിന്നെ ആ ബുക്ക് എടുക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ആയിരിക്കും നമ്മളിതിൻ്റെ ഇടയിൽ പഠിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ദിവസം ആ ബുക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ മറന്നുപോയി. നമ്മൾ പഠിച്ച് അതൊന്ന് ഷോർട്ട് നോട്ട് എഴുതി ഉണ്ടാക്കിയതൊക്കെ ആയിരിക്കും. പക്ഷേ പിന്നെ നോക്കുമ്പം ഷോർട്ട് നോട്ടും ഓർമ്മയില്ല, നോട്ടും ഓർമ്മയില്ല, അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും. അപ്പം എന്തായാലും ഇനി ഞാൻ വിചാരിക്കുന്നുണ്ട് റിവിഷന് ഒരു കറക്റ്റായിട്ടൊരു ഷെഡ്യൂൾ വെക്കണം. ഞാൻ കുറച്ച് മുന്നേയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, 2 ദിവസം, 3 ദിവസം, 5 ദിവസം അങ്ങനെ ഒരു പാറ്റേണിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതെനിക്ക് അത്ര എഫക്റ്റീവായിട്ട് തോന്നിയില്ല. കാരണം അതുപോലെ തന്നെ പോവുകയാണെങ്കിൽ ഓക്കെ റെഡിയാവും. പക്ഷേ അതത്ര പ്രാക്ടിക്കലല്ല. അപ്പം ഇനി എന്തായാലും റിവിഷന് വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം രാവിലത്തെ സെക്ഷനൊക്കെ കഴിഞ്ഞ്, അത് കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പം താളിയൊക്കെ ഉണ്ടാക്കി കുളിക്കാമെന്ന് വിചാരിച്ച്. വീട്ടിലുള്ള സമയത്ത് ഇതൊക്കെ നടക്കുകയുള്ളല്ലോ. അപ്പം അങ്ങനെ ഇതാ രണ്ടാമത് പഠിക്കാനിരിക്കുകയാണ്. സ്റ്റീൽ തന്നെയാണ് പിന്നെയും നോക്കുന്നത്. റിവിഷൻ വരെ കഴിഞ്ഞിട്ടില്ല. ഇനി കുറച്ച് സമയം വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. സ്ലോ ലേണറാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എനിക്ക് കുറച്ച് സമയം വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിപ്പം പിന്നെയും ഇതുതന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര ടഫുള്ള സബ്ജക്റ്റൊന്നുമല്ല. പക്ഷേ എന്താ, മറന്നു പോയാൽ എന്ത് ചെയ്യാനാ, പിന്നെയും പഠിക്കുക തന്നെ. ഇന്നിപ്പം രാത്രി ഒരു ഫങ്ഷനുണ്ട്. മീൻസ് ഷെഡ്യൂൾ ഇടുന്ന സമയത്ത് എനിക്കതിൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ രാത്രി ആയാലാണ് ഇങ്ങനൊരു ഫങ്ഷൻ ഉണ്ട് എന്നുള്ള ഓർമ്മ. അപ്പോൾ പിന്നെ അതിന് പോയി, അങ്ങനെ കുറച്ച് സമയം അവിടെ പോയി. എൻ്റെ പ്ലാൻസ് മൊത്തമായിട്ട് നടന്നില്ല. പക്ഷേ പഠിക്കാൻ ഇരുന്ന സമയം എഫക്റ്റീവായിട്ട് പഠിച്ചു. സ്റ്റീൽ ഏകദേശം റിവിഷനൊക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കി. രാത്രിയത്തെ കാര്യം ഏകദേശം അത്ര പഠിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് കേട്ടോ ലിയോനെ പുറത്തേക്ക് ഇറക്കൽ. അപ്പോഴേ കറക്റ്റ് സമയം കിട്ടുള്ളൂ. അപ്പോൾ അവൻ്റെ ഒപ്പം കുറച്ച് നേരം കളിച്ചു. ഞങ്ങൾ വാക്കിങ്ങിനൊക്കെ പോയി, പുറത്തൊക്കെ ഒന്ന് നടക്കാനൊക്കെ ഒന്ന് പോയി. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ഏകദേശം ഇങ്ങനെയൊക്കെയാണ്.
ബൈ ബൈ, നമുക്ക് അടുത്ത വീഡിയോ കാണാം.